ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നൊരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വിശേഷ ദിവസങ്ങളിൽ, ഇപ്പോൾ അഷ്ടമിരോഹിണി വരുന്നു. അഷ്ടമിരോഹിണിക്കൊക്കെ നമുക്കിത് ഭഗവാന് നൈവേദ്യമായിട്ട് കൊടുക്കാം. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് മാവ്, 1/4 കപ്പ് റവ, ഇത് നല്ല മധുരമുള്ള പഴുത്ത മാങ്ങയുടെ ജ്യൂസാണ്. സാധാരണ ഗോതമ്പ് പൊടിക്ക് പകരം മൈദാപ്പൊടി ഉപയോഗിക്കാം, പക്ഷേ നമ്മളൊരു ഹെൽത്തി വെർഷനായിട്ട് ഗോതമ്പ് പൊടി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് പാലും ചേർത്ത് നന്നായിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമ്മൾ കുഴച്ച് വെക്കണം. ഇതാണ് ആ ദോശമാവിൻ്റെ പരുവം. ഒട്ടും കട്ടയൊന്നും പാടില്ല, നന്നായിട്ട് തന്നെ നമ്മളത് കലക്കിയെടുക്കണം. അതിനുശേഷം ഒരു 20 മിനിറ്റ് പാത്രം അടച്ചു വെച്ചിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ അടുപ്പയിൽ ഒരു പാത്രം വെച്ചിട്ട് പഞ്ചസാര ചേർത്ത് നമുക്ക് അത് അലിയിക്കണം. അതിലേക്ക് നമുക്ക് ഏലക്ക ചേർക്കാം, ചതച്ച് വെച്ച ഏലക്ക അല്ലെങ്കിൽ ഏലക്കാപ്പൊടി, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇതിങ്ങനെ കയ്യിലൊട്ടണം. ഈ പാനി ഒരു നൂൽ പരുവാകണ്ട, എന്നാൽ ഇത് കയ്യിൽ ഒട്ടിയിരിക്കണം. ആ പരുവത്തിലാകുമ്പോഴേക്കും നമുക്കത് വാങ്ങി മാറ്റി വെക്കാം. തണുക്കട്ടെ അവിടെ ഇരുന്ന്. ഇപ്പോഴേക്കും ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. മാവെല്ലാം ഒന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, അതായത് ദോശമാവിൻ്റെ പരുവം. നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ചൂടൊട്ടും കൂടരുത്. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകമൊക്കെ വെന്തിട്ട് സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിരിക്കത്തുള്ളൂ. എന്നിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ 2 വശവും ബ്രൗൺ കളർ ആകുന്നത് വരെ അത് മൊരിയിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പതിയെ അത് അവിടെ ഇരുന്ന് 2 സൈഡും നല്ല സ്വർണ്ണവർണ്ണമാകും. അതേപോലെ നമുക്ക് മൊരിയിച്ചെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ചേർത്ത ആ മാങ്ങയുടെ പൾപ്പ്, പഴുത്ത മാങ്ങയുടെ പൾപ്പ്, അതിന് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ട് തന്നെ മാവിന് പിന്നീട് പ്രത്യേകിച്ച് മധുരം ചേർക്കേണ്ടി വന്നില്ല. പക്ഷേ അത്രയും മധുരമില്ലാത്ത മാങ്ങയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആ മാവിൽ ഒന്ന് ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ മാവ് കുഴയ്ക്കേണ്ടത്. ഇപ്പോൾ ഞാൻ 2 എണ്ണം ഇതേപോലെ മൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം പഞ്ചസാര പാനി നന്നായിട്ട് ആറിയിട്ടുണ്ട്. അതിലേക്ക് ഇതിട്ട് വെക്കുക. ഇതിട്ട് വെച്ചിട്ട് അതൊരു 2 മിനിറ്റ് കഴിയുമ്പം ഇത് തിരിച്ചിടണം. എന്നിട്ട് 2 വശത്തേക്കും ഈ പഞ്ചസാര പാനി നന്നായിട്ടത് പിടിക്കണം. മൊത്തത്തിലൊരു 4 മിനിറ്റ് അല്ലെങ്കിൽ പരമാവധി 5 മിനിറ്റ്, അത്രയും സമയം മതി. അത്രയും സമയം 2 വശവും തിരിച്ചു മറിച്ചു വിട്ട് അതിലൊന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ മധുരം ആകണം. ഒരു 4 മിനിറ്റിന് ശേഷം നമുക്ക് അതെടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് അലങ്കരിക്കാം. ഒരു തുളസിയില വെച്ച് ഭഗവാന് നൈവേദ്യമായിട്ട് വെച്ച് പ്രാർത്ഥിക്കാം. ഈ സ്വീറ്റിൻ്റെ പേരെന്ന് പറയുന്നത് മാംഗോ മാൽപ്പുവ. മാൽപ്പുവ എന്നാണ് ഈ സ്വീറ്റിൻ്റെ പേര്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു സ്വീറ്റാണ് ഉത്തരേന്ത്യയിലൊക്കെ. അവർ സാധാരണ മൈദയിലാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ ഗോതമ്പിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ഉണ്ടാക്കാം. ഇത് നമുക്ക് അഷ്ടമിരോഹിണിക്ക് അല്ലെങ്കിൽ അതുപോലുള്ള വിശേഷ ദിവസങ്ങളൊക്കെ ഭഗവാന് പ്രസാദമായിട്ട് വെക്കാനായിട്ട് പറ്റും. ഇതുപോലുള്ള സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി ഭഗവാന് നൈവേദ്യം വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. ഒന്നുണ്ടാക്കി നോക്കൂ, അഭിപ്രായങ്ങൾ പറയൂ. ഹരേ കൃഷ്ണ.